ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിനടുത്തുള്ള ബന്ദർ അബ്ബാസ് നാവിക കേന്ദ്രത്തിലും കപ്പൽ അറ്റകുറ്റപ്പണിശാലയിലും ഒക്കെ അമേരിക്ക ആക്രമണം നടത്തി എന്ന് നമ്മൾ അടുത്ത വന്ന റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഏറ്റവും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണിത്. പക്ഷേ ഇങ്ങനെ അമേരിക്ക ഓരോ ദിവസവും ഇറാനിന് മേൽ യുദ്ധം, ഓരോ താവളങ്ങൾ ആക്രമിക്കുന്നു. അതിനനുസരിച്ച് ഇറാൻ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നു. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലാണ്. അത് നമ്മുടെ ഇന്ത്യക്കാരെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ ഈ കപ്പൽശാലയെ ആക്രമിച്ചതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ആക്രമണത്തിൽ അമേരിക്ക ആദ്യമായി മനുഷ്യരില്ലാത്ത സമുദ്ര ഡ്രോണുകൾ യുദ്ധത്തിൽ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നേരത്തെയൊക്കെ സമുദ്ര ഡ്രോണുകൾ ആദ്യമായിട്ടാണ് ഈ മനുഷ്യരില്ലാത്ത ഒരു സമുദ്ര ഡ്രോണുകളാണ് ഉപയോഗിച്ചതെന്നാണ്. അപ്പോൾ ഏറ്റവും പുതിയ ആയുധ ശേഖരങ്ങളിൽ നിന്ന് തന്നെയാണ് അമേരിക്ക ആയുധങ്ങൾ ഇറാനെതിരെ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നിരിക്കുകയാണ്. ഞങ്ങൾ പിക്കാക്സ് മൗണ്ടൻ ഇല്ലാതാക്കാൻ പോവുകയാണ്, ഇറാനികളോട് തയ്യാറായിരിക്കാൻ പറയൂ. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകളാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്കയ്ക്ക് ഇറാനോട് അത്രയധികം കടുത്ത ദേഷ്യമുണ്ട്, ഇറാന് തിരിച്ചും പ്രതികാരമുണ്ട്. പക്ഷേ ഈ പ്രതികാര അഗ്നി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോൾ ഏറ്റവും പുതിയ ആയുധ ശേഖരത്തിൽ നിന്ന് അവർ ആയുധങ്ങൾ ഇങ്ങോട്ട് പ്രയോഗിക്കുകയും ചെയ്യും, ഇറാൻ തിരിച്ചങ്ങോട്ടും പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഈ പിക്കാക്സ് മൗണ്ടനെ ഇല്ലാതാക്കാൻ പോവുകയാണ് എന്ന ഒരു തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിക്കാക്സ് മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ ഒരു രഹസ്യ ആണവ കേന്ദ്രമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇറാൻ്റെ ഒരു ഭൂപ്രകൃതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഒരു പകുതി കൂടുതൽ ഭാഗവും മലനിരകളാണ്. ആ മലനിരകളിൽ ഇറാൻ ശരിക്കും പറഞ്ഞാൽ സുരക്ഷിതമാണെന്ന് തന്നെ പറയാം. ഈ മലനിരകളിൽ ഇറാൻ്റെ സാഗ്രോസ് മലനിരകളുടെ ഉള്ളിൽ 100 കണക്കിനടി ആഴത്തിലാണ് ഈ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതിനെയാണ് ഈ പിക്കാക്സ് മൗണ്ടൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കൽ ചീളുകൾ, അതെന്ന് വെച്ചാൽ അത്രയധികം ഗ്രാനൈറ്റ് പാളികൾ അറുത്ത് വളരെ സൂക്ഷ്മമായി ഉണ്ടാക്കിയിരിക്കുന്ന 100 കണക്കിന് അടി താഴ്ചയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആണവ കേന്ദ്രം. ഈ ആണവ കേന്ദ്രം ഇറാൻ്റെ ഒരു രഹസ്യ കോട്ടയാണെന്നും പറയുന്നുണ്ട്. ഈ കേന്ദ്രത്തിലാണ് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകളും അതേപോലെ തന്നെ ഇറാൻ്റെ ആയുധ ശേഖരത്തിൽ ഒരു മിക്ക പങ്കും ഇവിടെയുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇവിടെ അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന, വളരെ ആരും കാണാതെ തന്നെ രഹസ്യമായി അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ആണവ കേന്ദ്രത്തിനെയാണ് ഈ പിക്കാക്സ് മൗണ്ടൻ എന്ന് പറയുന്നതും ഈ കേന്ദ്രം തകർക്കാനാണ് ഇനി അമേരിക്കയുടെ അടുത്ത ശ്രമമെന്നുമാണ് ഇപ്പോൾ വാർത്തകളിൽ വരുന്നത്. തീർച്ചയായിട്ടും അമേരിക്ക വിചാരിച്ചാൽ ഈ പിക്കാക്സ് മൗണ്ടൻ തകർക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും അത്ര എളുപ്പമല്ല ഈ ഇറാൻ്റെ പിക്കാക്സ് മൗണ്ടൻ തകർക്കാൻ പറ്റുന്നത്. കാരണം സാധാരണ ആധുനിക ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും, അത് അമേരിക്കയിൽ തന്നെയാണുള്ളത് ഈ ആധുനിക ബങ്കർ ബസ്റ്റർ ബോംബുകൾ, ഈ ബോംബുകൾ കൊണ്ട് പോലും തകർക്കാൻ പറ്റാത്തതാണ്. അതിന് പോലും ഒരു 200 അടി താഴ്ചയിലുള്ള ഈ കേന്ദ്രങ്ങളെ, ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ പറ്റൂ. പക്ഷേ ഇത് അതിലും അടി താഴ്ചയാണ്. അപ്പം അത്ര രഹസ്യമായി, അത്ര വളരെ കെയർഫുള്ളായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു കേന്ദ്രമാണിത്. അപ്പം ഇതിനകത്ത് ഇപ്പം ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വിശകലനം ചെയ്ത വിദഗ്ധർ പറയുന്നുണ്ട്, വർഷങ്ങളായി ഈ മലയുടെ ഉള്ളിലേക്ക് വൻ തുരങ്കങ്ങൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2020 മുതൽ ഈ ഖനനം ഈ ഒരു കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 മുതലൊക്കെ ഇവർ ഇതിനകത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും അതീവ രഹസ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇറാൻ അവിടെ നടത്തി വരുന്നുണ്ട്. അപ്പം ഇതൊന്നും ആൾക്കാർ അറിയുന്നില്ലെങ്കിൽ പോലും ഇതിനകത്ത് ഉപഗ്രഹം വെച്ച് പോലും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി, അതായത് IAEA പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായി പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പക്ഷേ ഇതിനകത്ത് ഈ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റാണ്, ഇവിടെ ആണവ ഊർജത്തിനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു, ആണവ നിലയമാണ് ഇത് എന്നൊക്കെ ഒരു ചെറിയൊരു ഗ്രാഹ്യം മാത്രമേ ഉള്ളൂ പുറമേ ഉള്ളവർക്ക്. അത്രയും വിവരം തന്നെ ഉള്ളൂ അമേരിക്കയ്ക്കും. അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് കറക്റ്റായിട്ട് നടക്കുന്നത് എന്നുള്ള കാര്യമൊന്നും ആർക്കും ഇതുവരെ കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുമില്ല. പക്ഷേ ഈ അമേരിക്കയുടെ ട്രംപിൻ്റെ ഈ ഒരു അറിയിപ്പ് വന്നതിന് ശേഷം ഇറാൻ്റെ ഒരു പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ആണവ നിലയത്തിലോ ഞങ്ങളുടെ കേന്ദ്രങ്ങളിലോ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അത്
ഒരു സുരക്ഷാ ഭീഷണി തന്നെ അമേരിക്കയ്ക്ക് വരും. കാര്യം അമേരിക്കയെ നേരിടും എന്ന് തന്നെയാണ്, ട്രംപിനെ വധിക്കുമെന്ന് തന്നെയാണ് ഖമേനിയുടെ മകൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പ്രതികാര സന്ദേശം തന്നെ അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതെങ്ങാനും തകർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാന് തിരിച്ച് നല്ല രീതിയിൽ തന്നെ അമേരിക്കയ്ക്ക് പകരമായിട്ട് ഇറാൻ യുദ്ധം ചെയ്യും എന്ന് അവർ പറയുന്നുമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ജൂണിലാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാൻ്റെ ഫോഡോ, നദാൻസ് തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചിരുന്നത്. അന്ന് ആക്രമിച്ച സമയത്തും ഈ നദാൻസ് എന്ന് പറയുന്നതും ഫോഡോ എന്ന് പറയുന്ന ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോഡോ എന്ന് പറയുന്ന ആണവ കേന്ദ്രം ഇറാൻ്റെ ഏറ്റവും രഹസ്യമായിട്ടുള്ള ഒരു ആണവ കേന്ദ്രം, ഏറ്റവും വളരെ സുരക്ഷിതമായി ഇറാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ആണവ കേന്ദ്രം തന്നെയായിരുന്നു. ഏറ്റവും വലിയ, വളരെ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ആണവ കേന്ദ്രമായിരുന്നു. എന്നിട്ട് പോലും ഈ ഫോഡോ, നദാൻസ് ആണവ കേന്ദ്രങ്ങൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് ഒരു പ്രതീക്ഷ, ഈ പിക്കാക്സ് മൗണ്ടൻ വളരെ എളുപ്പത്തിൽ അവർക്ക് ആക്രമിക്കാൻ പറ്റും എന്നും. പക്ഷേ ഈ നദാൻസ് ഫോഡോ ആക്രമിച്ചതും, അപ്പോൾ ഈ ഫോഡോ എന്ന് പറയുന്നത് ഇറാൻ്റെ ഏറ്റവും സുരക്ഷിതമായ ആണവ കേന്ദ്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആണവ കേന്ദ്രം തന്നെ വലിയ ആഴത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ആണവ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ അടുത്ത് 2 കിലോമീറ്റർ ദൂരം മാറിയാണ് നമ്മുടെ ഈ പിക്കാക്സ് മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഈ പിക്കാക്സ് മൗണ്ടൻ വളരെ ഈസി ആക്സസിബിൾ ആണ്, അത് തീർച്ചയായിട്ടും അതിനെ ആക്രമിക്കാൻ പറ്റുമെന്ന് അമേരിക്കയുടെ വിലയിരുത്തൽ. പക്ഷേ ഇറാന് അറിയാം ഇത് ഇത്രയധികം താഴ്ചയുള്ള വളരെ ഭൂഗർഭ അറയുടെ ഏറ്റവും താഴെ, എത്രയോ അടി കണക്കിന് താഴ്ചയിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കൊണ്ട് ഇത് ഒരിക്കലും ഒരു രാജ്യത്തിന് ഇത് ആക്രമിക്കാൻ പറ്റില്ല എന്നുകൊണ്ട്. പക്ഷേ ഇറാൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഏറ്റവും വലിയ വജ്രായുധം എന്ന് പറയുന്നത് യുറേനിയം തന്നെയാണ്. അപ്പം ഈ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ആക്രമിക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ തകർന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാര്യം ഇറാൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഈ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് എന്ന് വെച്ചാൽ യുറേനിയമും അതും ഹോർമുസ് കടലിടുക്കും തന്നെയാണ്. അപ്പം ഇത് രണ്ടും വെച്ചിട്ടാണ് ഇറാൻ ലോക രാജ്യങ്ങളെ മുഴുവൻ തൻ്റെ കാൽ അവകാശപ്പെടുന്നത്. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്താണേലും യുദ്ധം ഓരോ ദിവസം കഴിയും തോറും വഷളായി വരികയാണ്. അമേരിക്ക ഇറാൻ്റെ കപ്പൽശാലകളൊക്കെ ആക്രമിച്ചു. അത് കഴിഞ്ഞ് അടുത്ത അമേരിക്കയുടെ ഉന്നം പിക്കാക്സ് മൗണ്ടനാണ്. ഇനി അടുത്തത് എന്താണെന്ന് നമുക്കറിയില്ല. എന്താണേലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.